ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു മോർണിംഗ് റുട്ടീനാണ് വ്ളോഗായിട്ട് ഇടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ ഉടനെ ചായ കുടിക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും കുടിക്കുന്ന പോലെ ഞാനും ഒരു ഗ്ലാസ് ചായ കുടിക്കും കേട്ടോ. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പൊട്ടറ്റോ കറിയുമാണ്. അപ്പോൾ രാവിലെ തന്നെ നല്ല മഴയുടെ ഒക്കെ ഒരു ഇതുണ്ട്. ഇവിടെ വാവത കുടമൊക്കെ കമത്തി കളഞ്ഞു ഗൈസ്. ആളെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതൊക്കെ ഞാൻ അതുകൊണ്ടാണ് കാണിക്കാത്തത്. അതൊന്ന് ക്ലീൻ ആക്കിയിട്ട് ബാക്കി കാണിക്കാം. ഇതാണ് ഗൈസ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇന്ന് നമുക്ക് കിഴങ്ങ് കറിയും പുട്ടുമാണ്. അപ്പം അതിനുള്ള കറിക്കുള്ള പ്രിപ്പറേഷൻസ് നടക്കുന്നുണ്ട് കേട്ടോ. ഇതെന്തോ നമ്മ കിഴങ്ങ് കറിയുടെ കിഴങ്ങാണ് കേട്ടോ. കിഴങ്ങ് വറുത്തരച്ച് വെക്കുകയാണ്. ഇനി പുട്ടുണ്ടാക്കുന്നത് അതെല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ പുട്ടും ഇതുമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇന്നലെയൊക്കെ നല്ല മഴ ആയതുകൊണ്ട് തന്നെ വലിയൊരു ലൈറ്റൊന്നുമില്ല പുറത്ത്. ഭയങ്കര ഒരു ഡാർക്കായിട്ടാണ് കിടക്കുന്നത്. അപ്പം എന്തായാലും ബാക്കി ചായ കുടിച്ചിട്ട് ബാക്കി കാണിക്കാം. നമ്മുടെ ഇവിടത്തെ ഒരു ഇത് കാണിച്ചു തരാം കേട്ടോ. നല്ല മൊത്തം കാട് പിടിച്ച് കിടക്കാണ്. ഇവിടെ ഒരാളെ രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇതാണ് കേട്ടോ അവസ്ഥ. ഇതാണ് നമ്മുടെ രാവിലത്തെ മീക്കുട്ടിയുടെ കണ്ടീഷൻ. അപ്പം ഇപ്പം ഇരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പം കിടക്കാനൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. എപ്പോഴും ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ബ്രഷൊക്കെ ചെയ്ത് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുടി ഇങ്ങനെ അഴിച്ചിട്ടേക്കണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഫുള്ളിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖം എന്തോ പോലെ ഇരിക്കും ഗൈസ്. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അഴിച്ചിട്ടേക്കുന്നത്. അപ്പോൾ ഇനി ഞാൻ അവിടെ വാവയ്ക്ക് കൂരവ് കൊടുക്കുകയാണ് അമ്മ. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമുക്ക് അവളെ കുളിപ്പിക്കുന്നതൊക്കെ മോർണിംഗ് അല്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് മോർണിംഗ് റുട്ടീനിൽ അത് വരത്തില്ല. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പറേഷനും പിന്നെ എനിക്ക് ഒരു ഫേസ് പാക്ക് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ അതും സ്കിൻ കെയർ അത്രയും കാര്യങ്ങൾ മാത്രമേ ഈ വീഡിയോയിൽ കാണത്തുള്ളൂ കേട്ടോ, മോർണിംഗ് ആയതുകൊണ്ട്. പിന്നെ വേറെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ വീഡിയോയിൽ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോയിൽ കാണാം കേട്ടോ. ഗൈസ്, മീക്കുട്ടിയുമായിട്ട് ബെഡിൽ കിടന്നു കഴിഞ്ഞാൽ ബെഡിൻ്റെ അവസ്ഥ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇതാണ് ഗൈസ് അവസ്ഥ. ഇനി ഇതൊക്കെ ഒന്ന് ക്ലീനാക്കി അല്ലെങ്കിൽ നേരെ വിരിച്ചൊക്കെ ഇടണം. പിന്നെന്താ, പിന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ അതെല്ലാം മോർണിംഗ് റുട്ടീനിൽ വരുന്നതാണ്. ഇവിടെ ലൈറ്റിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ മഴയുടെ ആ ഒരു ഇത് കാരണം ലൈറ്റിൻ്റെ ചെറിയ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം നല്ല ഒരു ഡാർക്ക് ഇതുണ്ട്. അപ്പം ഞാൻ എന്തായാലും ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഒക്കെ ആഡ് ആക്കാം കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് മിയക്കുട്ടി എന്ത് ചെയ്യാമെന്ന് നോക്കിയിട്ട് വന്നാലോ. അപ്പം മിയക്കുട്ടിക്ക് ഇവിടെ കൂരവ് കൊടുക്കുകയാണ് കേട്ടോ. മോർണിംഗ് രാവിലെ ഫസ്റ്റ് അവൾക്ക് ബ്രേക്ക്ഫാസ്റ്റുകൾ കൊടുക്കുന്നത് കൂരവാണ്. അപ്പോൾ അവളെ കാണിച്ചില്ല. അവൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് കൂരവ്. പിന്നെ പാലും ഇപ്പോൾ അങ്ങനെ വലുതായിട്ട് ഫോർമുല മിൽക്കൊന്നും കുടിക്കാറില്ല. പിന്നെ കൂരവ് തന്നെയാണ് ഇപ്പോൾ കൂടുതലും കൊടുക്കുന്നത്. പാൽ ഇടയ്ക്കൊക്കെ കൊടുക്കും. അപ്പം എല്ലാം കാണിച്ചു തരാം കേട്ടോ, വീഡിയോയിൽ കാണിച്ചാൽ. ഫസ്റ്റ് കൊടുക്കുന്നത് കൂരവാണ് കേട്ടോ. അപ്പം ഇനി നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നുള്ള കറിയൊക്കെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ചൊരു വെറൈറ്റി ഒന്നുമില്ല. അഥവാ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കുന്നെങ്കിൽ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് പുട്ടും കിഴങ്ങ് കറിയാണ്. അത് എല്ലാവർക്കും അറിയാമെന്നുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ
വീഡിയോയിൽ കാണിക്കുന്നില്ലേ. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ റൂം ഒന്ന് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ ഒന്ന് ആക്കിയിടാം കേട്ടോ. അപ്പോൾ അവൾക്ക് ആ കൊടുക്കുന്ന ടൈമിൽ എനിക്കെല്ലാം ചെയ്യണം. കാരണം അത് കഴിഞ്ഞിട്ട് എനിക്ക് അവളെ എടുത്തുകൊണ്ട് നടക്കേണ്ടതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് ബെഡ്ഷീറ്റും റൂമും ഒക്കെ ഒന്ന് വൃത്തിയാക്കാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ ഇതാ മിയക്കുട്ടിക്ക് കൂരവക കൊടുത്തിട്ടുണ്ട്. ഇനി അവൾക്ക് പറമ്പിൽ കുറച്ച് നേരം കളിക്കേണ്ട ടൈമാണ്. അപ്പോൾ ആളെ പറമ്പിൽ കയറ്റിയിട്ടുണ്ട്. കാണിച്ചു തരാം. കളിച്ചേ. കാക്ക കാക്കയുടെ കാക്ക കാക്കയുടെ കാക്കേ കാക്കേ കാക്കി കാക്കി കൂടെ വിടേ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ കുഞ്ഞിനു തീറ്റിക്കൊടുക്കാനാ കുഞ്ഞു കിടന്ന് കരയില്ലേ കുഞ്ഞേ കുഞ്ഞേ നീ തരുമോ. അപ്പോൾ അവളുടെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. ഒരു പാട്ടാണ് കാക്കേ കാക്കേ അല്ലേ. കാക്കേ കാക്കേ കൂടെ വിടേ. അയ്യോ ഈച്ച. അപ്പം മിയക്കുട്ടിക്ക് ചെറുതായിട്ട് ഒരു ഉറക്കത്തിൻ്റെ ഒരു ചെറിയൊരു മൂടുണ്ട് കേട്ടോ. അപ്പോൾ ഉറക്കല്ല. നമ്മൾ ഉറങ്ങില്ല അല്ലേ. അപ്പോൾ ഞാൻ ഓൾറെഡി റൂമൊക്കെ ക്ലീനാക്കി. ഇവിടെ കിടത്തുന്നതുകൊണ്ടാണ് ഇവിടെ പെട്ടെന്ന് ഞാൻ ക്ലീനാക്കിയത്. തറയിലല്ലേ കിടത്തുന്നത്. തറയിലല്ല, പറമ്പിലാണ്. എന്നാലും നമ്മൾ ക്ലീൻ ആക്കണമല്ലോ. ഇവളതിന് പുറത്തൊക്കെ പോവും. ഇപ്പം തന്നെ കണ്ടില്ലേ, അതിൻ്റെ പുറത്തെത്താറായി. ഹായ് 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 പറ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇനി പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇവർക്ക് ചിലപ്പോൾ ഉറങ്ങാൻ സാധ്യതയുണ്ട്. എങ്കിൽ ഉറക്കുക. ബാക്കി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാം കേട്ടോ. ആ ഒരു ടൈം കിട്ടും. പിന്നെ ഉച്ച ആയിക്കഴിഞ്ഞാൽ ആളിച്ചിരി ഹൈപ്പർ ആക്റ്റീവാണ്. അതായത് ഉറങ്ങിയില്ല, കരച്ചിൽ വരയ്ക്കും. അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി അവളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവൾ വയലൻ്റ് ആവും. സോ ഞാൻ കുറച്ച് നേരം അവളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം. ഛർദി. അപ്പോൾ ഞാൻ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ. അപ്പോൾ വാവയെ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ കഴിക്കാനിരുന്നത്. ഇനി കഴിച്ചിട്ട് അവൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം എന്തായാലും പെട്ടെന്ന് തന്നെ അവളെ ഉറക്കണം. ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ഇനി അവളെ ഉറക്കിയതിന് ശേഷം ബാക്കി വീഡിയോസ് എടുക്കാൻ കേട്ടോ. ഹലോ ഗൈസ്, അപ്പം വാവ ഉറങ്ങിയിട്ടുണ്ട്. അവളെ കാണിച്ചു തരാം. അപ്പോൾ ഉറങ്ങിയിട്ടുണ്ട്. ആളെ ഞാൻ ഉറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല മഴയുടെ ഒരിതുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോയിൽ ഞാൻ ലൈറ്റ് ഇങ്ങനെ ഇട്ടേക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര ലൈറ്റ് കുറവാണ് കേട്ടോ. അപ്പോൾ ഇനി എനിക്കൊരു റീൽ എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ എടുക്കണം എന്നുണ്ട് കേട്ടോ. എൻ്റെ ഐഫോൺ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റോറേജ് വളരെ കുറവാണ് ഗൈസ്. അതുകൊണ്ട് തന്നെ എനിക്ക് വീഡിയോസൊക്കെ കൂടുതൽ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ലോങ് വീഡിയോസ് ഒന്നും ചെയ്യാത്തത് കേട്ടോ.
എന്തായാലും ഇനി ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ഞാൻ ഓൾറെഡി കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ചെയ്യണോ എന്നെനിക്ക് അത്ര താല്പര്യമില്ല. ഇവിടെ ഫുള്ള് ഭയങ്കര സംസാരമാണ് ഗൈസ്. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ മോർണിംഗ് റുട്ടീൻ. വാവയെ കുളിപ്പിക്കുക എന്നുള്ളത് ഇനി ഉച്ചയ്ക്ക് ശേഷം ആവുകയാണ്. അപ്പോൾ അതിന് വേറൊരു വ്ലോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.